നമ്മൾ തിരുവനന്തപുരത്തേക്കാണ്. മേയർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ ചേരുന്ന കൗൺസിൽ യോഗത്തിൽ വോട്ടെടുപ്പ് കൂടിയാകും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുക. ഫെബ്രുവരി മാസത്തിൽ നഗരസഭയുടെ ബജറ്റ് അവതരണവും ഉണ്ടാകും. മൃഗങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, എപ്പോഴേക്കായിരിക്കും തെരഞ്ഞെടുപ്പ്? എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? ഈ 10 മണിയോട് കൂടി തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗങ്ങൾ ആരംഭിക്കും. ഈ കൗൺസിൽ യോഗങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യം ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ കൗൺസിൽ യോഗം ആരംഭിച്ചതിന് ശേഷം ഓരോ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗങ്ങൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അംഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങൾ അതിന് ഫസ്റ്റ് വോട്ട്, സെക്കൻഡ് വോട്ട്, അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഈ വോട്ടിംഗ് സമ്പ്രദായം നിലനിർത്തുന്നത്. എന്തായിരുന്നാലും നിലവിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയാണ് 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കാനുള്ളത്. അതിനുശേഷമായിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ സംബന്ധിച്ചുള്ള അന്തിമമായ ഒരു തിരഞ്ഞെടുപ്പ്. ആദ്യം ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കും. അംഗങ്ങൾക്ക് ശേഷം ഈ അംഗങ്ങളാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. വിവിധ കോർപ്പറേഷനിൽ ഇത്തരം നടപടിക്രമങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. പ്രധാനമായും തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്നത് ധനകാര്യവും വികസനവും, ക്ഷേമകാര്യം, ആരോഗ്യകാര്യം, പൊതുമരാമത്ത്, നഗരാസൂത്രണം, നികുതി അപ്പീൽ കാര്യം, വിദ്യാഭ്യാസം, കായിക കാര്യം എന്നിങ്ങനെ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് കോർപ്പറേഷനിൽ തിരഞ്ഞെടുക്കാനുള്ളത്. ഈ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനായി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ അംഗങ്ങളുടെ, പ്രത്യേകിച്ച് കൗൺസിലർമാരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഈ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയേണ്ടത് ഭരണത്തിന് പദവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ഭരണം നടത്തുന്നതിന് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ മേൽക്കൈ ഉണ്ടായാൽ മാത്രമേ മേയർ സ്ഥാനത്തേക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിന് പ്രധാനമായും സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ഒരു പിൻബലത്തോടു കൂടി മാത്രമേ ഭരണം സുഗമമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഒരുപക്ഷെ ഇന്ന് CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് ഉള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ അടക്കമുള്ളവരെ തീരുമാനിക്കേണ്ട യോഗം കഴിഞ്ഞ ദിവസം BJP-യുടെ നേതൃത്വത്തിൽ നടന്നു. കൗൺസിലർമാരുടെ, BJP-യുടെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടന്നു. അതിലൊരു അന്തിമ തീരുമാനമായിട്ടുണ്ട്. എന്തായിരുന്നാലും ഇന്ന് ഈ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ 10 മണിയോട് കൂടി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കും. ആദ്യം കൗൺസിൽ യോഗത്തിന് ശേഷമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. തിരുവനന്തപുരത്ത് മേയർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും എന്നുള്ളതാണ്. രാവിലെ ചേരുന്ന കൗൺസിൽ യോഗത്തിൽ വോട്ടെടുപ്പോട് കൂടിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുക. വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.